ക്ലോത്ത് ഹോൾഡർ വരുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മളെടുത്ത് മാറ്റിയിട്ട് അതിന് പകരം ഡെക്കർ വെച്ചു. ഈ ഒരു ക്രിസ്മസ് ലാമ്പ് വെച്ചു. നമ്മൾ ഒരു ബെഡിൽ നമ്മൾ കുറച്ച് ബ്ലാങ്കറ്റ് ഒക്കെ വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പീലോസ് വെച്ചിട്ടുണ്ട് കേട്ടോ, സൈഡിലായിട്ട് 2 പീലോസ്. പിന്നെ കുറച്ച് പപ്പീസ് ആണ്, നമ്മൾ കുറച്ച് ക്യൂട്ട് പപ്പീസ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നൂഡിൽസ്, ടീ, വാട്ടർ ഒക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു കെറ്റിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്, നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ബെഡൊക്കെ. അപ്പൊ ഗായ്സ് നമുക്ക് നമ്മുടെ ടേബിൾ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഫസ്റ്റ് ഒരു സ്വാം ഉണ്ട്, ഇത് ഹലിയുടെയാണ് കേട്ടോ. ഇതാ ഈ ഒരു സ്വാം ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഈ ഒരു ബോക്സിനകത്ത് കുറച്ച് സ്റ്റിക്കി നോട്ട്സ്, പിന്നെ കുറച്ച് കവായി സ്റ്റിക്കേഴ്സ്, ഒരു ജേർണൽ ബുക്ക്, പിന്നെ കുറച്ച് വാഷിംഗ് ടേപ്സ്, പേപ്പർ സോപ്പ് നമ്മൾ ചുമ്മാ വെച്ചതാണ്. പിന്നെ എന്തോ ബർത്ത്ഡേയുടെയൊക്കെ എന്തോ ഒരു സാധനം ഉണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ബോക്സിൻ്റെ അകത്ത്. ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഫുള്ള് ഏതൊക്കെയോ കളേഴ്സാണ്. അത് കഴിഞ്ഞ് പിന്നെ ഹെഡ്സെറ്റ്, പിന്നെ ഞാനത്തോടെയും എൻ്റെയും കൂടെ ഹെഡ്സെറ്റ്സ്. പിന്നെ ഇത് കുറച്ച് പോസ്റ്റേഴ്സാണ്. പോസ്റ്റേഴ്സ് നമ്മൾ വെറുതെ വെച്ചതാണ്. പിന്നെ ഇതൊരു ടേബിൾ ലാമ്പ്, ഇതും ഒരു ലാമ്പാണ്. പിന്നെ ഒരു മിനി ഫാൻ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ജേർണൽ കിറ്റ്സ് ആണ്. ഇതും പിന്നെ പെൻസിൽ കളേഴ്സ്, ഇത് എൻ്റെയും ഞാനത്തോടെയും കണ്ണാടി. പിന്നെ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലവർ പോട്ട് ഉണ്ട് കേട്ടോ. ഇത്രയൊക്കെ നമ്മുടെ ഈ ഒരു ടേബിളിലുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി അലമാര വെച്ചിപ്പെടാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ആണ് നമ്മൾ വേർത്തായിട്ട് കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ചോക്ലേറ്റ് ഡയറി മിൽക്ക് നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇപ്പം നല്ലൊരു വേർത്തായിട്ടുള്ള ഒരു ക്യാൻഡിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഓക്കെ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 3 പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് വാങ്ങിച്ചു. പിന്നെ കോഴിക്കോട് ആയിരുന്നു ആയിരുന്നു ചെറിയ പാക്കറ്റാണ്. പിന്നെ സ്പ്രൈറ്റ്, അതുപോലെ തന്നെ മാംഗോയുടെ ഒരു ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബഫേഴ്സ് ആണ്, അപ്പോൾ ഈ ഫ്ലേവറാണ് നമ്മുടെ സെലക്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് വലിയ ക്യാനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയുള്ള നമ്മുടെ അലമാരിയില കുറച്ച് തിന്നാൻ വേണ്ടിയിട്ടുള്ള തിങ്സ്. അപ്പം ഗൈസ് ഇനി അടുത്ത് നമുക്ക് ആദ്യം റൂൾസ് ഒക്കെ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങാനും പറ്റത്തില്ല. രാത്രി നമ്മളോട് ആരും കിടക്കുന്നില്ല. ഗൈസ് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനുള്ള മൂഡൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് 7:00 നമ്മൾ ചലഞ്ചിൽ കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിട്ട് വരും. യെസ്, ഇപ്പം നമ്മൾ ബോറടിച്ചിരിക്കുകയാണ്. നമ്മൾ കുറച്ചൊക്കെ കഴിഞ്ഞ് തിന്നൊക്കെ തുടങ്ങുമ്പോൾ ഈ ചായ കുടിക്കാനുള്ള ടീ ടൈമാണ്. യെസ് ഗൈസ്, നമ്മളിനി അതൊക്കെ ചെയ്യാൻ പോവുകയാണ്. അതൊക്കെ ഇപ്പം നമ്മൾ അതൊക്കെ സെറ്റാക്കാം, വീഡിയോ എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഞാനും ചായ കുടിക്കുന്നില്ല. ബിക്കോസ് നമ്മൾ ചലഞ്ചിലായതുകൊണ്ട് നമുക്ക് വേണ്ടി പെട്ടെന്ന് ഓർത്തില്ല, ചായ ഇട്ടിട്ടില്ല. ആകെ 3 ഗ്ലാസ് ഉണ്ട്. അപ്പം എനിക്കില്ല, അവൾക്കുമില്ല. അവൾ നമ്മളോട് ചലഞ്ചിലുണ്ട്. സോ ഉണ്ടെന്നായിരുന്നു അവർ വിചാരിച്ചത്, ബട്ട് അവളാരും അവർ ചിന്തിച്ചില്ല. അങ്ങനെ യെസ്, അപ്പോൾ ഓക്കെ ബൈ. ചായ അതിനകത്തോട് കഴിച്ച് നമ്മൾ ടാങ്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. സോ നമ്മൾ ടാങ്ക് ഉണ്ടാക്കുന്നതിൻ്റെ പ്രിപ്പറേഷനാണ്. നമ്മൾ പിന്നീട് സ്പ്രൈറ്റ് കുടിക്കാൻ പറ്റും. ആരെങ്കിലും കുടിച്ചുകൂടാ സ്പ്രൈറ്റ്. സോ ആരെങ്കിലും നമ്മൾ ഫ്രൂട്ടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എത്രയും നേരം നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഭാവി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം വേസ്റ്റ് ആക്കി. 1 hour ആയിട്ടോ. നമ്മൾ കുറച്ച് നമുക്ക് ടീ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ടീ കിട്ടി, നമ്മൾ സ്നാക്സ് ഒക്കെ കിട്ടി. യെസ്, പിന്നെ നമ്മൾ എന്താണ് സ്പ്രൈറ്റ് കുടിച്ചത്, അങ്ങനെ ടാങ്ക് കുടിച്ച് അങ്ങനെ കുറച്ച് സമയമൊക്കെ പാഴാക്കി തന്നു. സോ ഇനി നമുക്ക് ചാനലൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഒരു 1 hour ആവാനായി പോകുന്നുണ്ട്. ഇപ്പം എത്ര ടൈം 5:12 ആയി. 5:18 ആണ് തോന്നുന്നത്. 480 ആണ് കേട്ടില്ല. താലിയാണ് കിട്ടുന്നില്ല.
ആലി ചെറിയ ചാറ് കൊണ്ടുവന്നാണ് കഴിക്കുന്നത്. നമ്മൾ സിപ്പ് എടുത്തു. എൻ്റെ ഒരു ഫ്രണ്ടിനെ നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോവാണ്. ആലി ഇപ്പോൾ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ മൂത്തുമാണ നമ്പർ അവളെ ഫോണിലില്ല. ഇവളെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗൈസ്. നമ്മളിവിടെ വിളിച്ചിട്ട് വേറെ ആളാണെന്ന് പറഞ്ഞിട്ട് ജുമയിലെ പിണങ്ങി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രാങ്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. അവളെ പേര് അവന്തിക എന്നാണ്. അവൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ഗാലക്സി അവന്തിക എന്ന് പറയുന്നത്. അപ്പോൾ അവളെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് നമുക്ക് അവളെ എക്സ്പ്രഷൻ ഒക്കെ നോക്കാം. ഹലോ, ജുമയിലെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. മിനിങ്ങാന്ന് അവളെ വിളിച്ചിട്ട് എടുത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിണങ്ങിയെന്ന് പറയാൻ പറഞ്ഞു. അവള് ജുമയിലാണെങ്കിൽ നിന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു. ഇപ്പൊ ഒരു അന്തോ ഒന്നും ഇല്ല. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അവള്. ഞാൻ തന്നെ നിനക്ക് മനസ്സിലായിരുന്ന നമ്മളിങ്ങനെ സോനപ്പപ്പടിയോ അങ്ങനെ എന്തോ ഒരു സാധനം പാലിച്ച് തിന്നാണ്. ഫ്രണ്ട്സ് എന്തായാലും ആ സാധനം കൊള്ളാം. അവർ രണ്ടുപേരോട് രണ്ടെണ്ണം നിസ്കരിക്കാൻ പോയി. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കറുതൊന്നുമില്ലേ, മാത്രമേ ഉള്ളൂ. സംസ്കരിക്കാൻ പോലെ ഒട്ടും പോയില്ല. ആയിട്ടുണ്ട്. പക്ഷേ നമ്മളെ പുറത്തുനിന്ന് ഇപ്പൊ തന്നെ പകുതിയോളം നിന്നിട്ടുണ്ട്. പിന്നെ ആകെ വീഡിയോ എടുക്കാൻ നോക്കുന്നില്ല. രാത്രി ഇവിടെ താഴെ ഒട്ടിച്ച് ബോർച്ചിരിയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി എക്സ്പ്ലോർ സീനറീസ് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ കാര്യം പറഞ്ഞ് കളിച്ച് അങ്ങനത്തെ ടീംസ് ആണ്. അല്ലാതെ അടച്ചിരിക്കുന്ന ഒരു ടീംസ് അല്ല. ഞാൻ ഒറ്റക്കുള്ളപ്പോൾ ഞാൻ അങ്ങനെയാണ്. ബട്ട് ഇവരോടെ പുതിയ അടച്ചിരിക്കുന്നു ഇഷ്ടമല്ല. ഫസ്റ്റ് ചാലഞ്ച് ആയിട്ടായിരിക്കും നോട്ട് കംഫർട്ടബിൾ. ഒട്ടും കംഫർട്ടബിൾ അല്ല. ഇനി അടുത്തടുത്ത ചാലഞ്ചസ് വരുമ്പോൾ പൊളിക്കും നമ്മള്. എക്സൈറ്റിംഗ് ആയിരിക്കും. പക്ഷേ ഈ ചലഞ്ച് കുറച്ച് ടാസ്ക് ആണ് തോന്നുന്നത്. തെങ്ങിരിക്കുന്നവരെ സമ്മതിക്കണം. അവർക്ക് 24 hours ടെന്റ് ഇരിക്കുന്നവരെ നമ്മളെ കൈ കൊടുക്കണം. ഇപ്പൊ നമുക്ക് ടെന്റ് കയ്യിൽ നിലവിലില്ല. എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ഒപ്പിച്ചിട്ട് 24 hours. അത് 2-3 ചലഞ്ചസ് കഴിഞ്ഞ നമുക്ക് അതിന് വേണ്ടിയുള്ള ഒരു ഇതാണ്. പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് അത് ചെയ്യണമെങ്കിൽ നല്ലത്. നമ്മളിനി 24 hours നോക്കാം ഗൈസ്. അപ്പം കാർ ചെയ്തിട്ട് നമ്മൾ ടെന്റ് നോക്കാം. ഗൈസ് ഞാനിവിടെ മാസം കുടിച്ചപ്പോൾ 4 ഗ്ലാസ് മാത്രം. ഞാൻ ഇത്തിരിയെങ്കിലും. ഹലോ, നോക്ക്. ജുമ്മി ഇങ്ങനെ കാണിച്ചു പറഞ്ഞു. ആല് ഫ്രൂട്ട് കുടിക്കാൻ നമുക്ക് വയ്യാത്തോണ്ട് ഫ്രൂട്ട് അങ്ങനെയല്ല, അവൾക്ക് ഫാൻറ്റ കുടിച്ചുകൂടാ, അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവള് ഫ്രൂട്ട് കാണിച്ചില്ല. ചലഞ്ച് ഇതൊക്കെ ഫ്രണ്ടിലെത്തി റിച്ചായി. നമ്മൾ ഇത്രയും നമുക്കാണ് നമ്മൾ തിന്നാൻ പോകുന്നത്. ഫുഡ് വന്നു. ഓക്കെ, ഇനഫ് മതിയായി. അപ്പോൾ ഗൈസ് നമ്മൾ ജേണൽ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ ജേണൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ടൈം 10:53. ഇത്രയും നേരം നമ്മൾ ഭൂമിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയില്ല. പിന്നെ ചൂട് സഹിക്കാൻ പറ്റാതെ ജസ്റ്റ് ഒന്ന് കതവ് തുറന്ന് കാണിച്ചിടാം. ചൂടായപ്പോൾ സഹിക്കാൻ പറ്റുന്ന നമ്മൾ കതവ് തുറന്നിട്ട് ഈ വരക്കപ്പുറം കൂടാമെന്നാണ്. സോ
നമ്മൾ ഇവിടെ വന്നിരുന്ന് ഒട്ടും പറ്റാതായോണ്ടാണ് സർവൈവ് ചെയ്യാൻ പറ്റാത്തോണ്ട് നമ്മളെ പാവ ആഫീത്തെ കുട്ടി നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ടുണ്ട്. ഇതാ കാണിക്കല്ലെന്ന് പറയുന്നുണ്ട്, പറഞ്ഞൂടെ? ഓക്കെ ഗൈസ്, നമ്മുടെ നൂഡിൽസ്. ഞാൻ അഫി ഇവളോട് രാത്രി ഇന്ന് റോസ്ലിംഗ് കണ്ടുകൊണ്ടൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് ഒരിതായപ്പം നമ്മളിവിടെ കിടന്നുറങ്ങി. പിന്നെ കൊട്ടേക്കുന്നോ ലൈറ്റ് അടിക്കുന്നോ ഒക്കെ പറഞ്ഞ് എണീറ്റൊക്കെ നോക്കി നമ്മൾ റോസ്ലിംഗ് കണ്ടിട്ട് കിടന്നുണ്ട്. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ കിടന്നുറങ്ങിയത്. അഫിയും കൂടെ കിടന്നു കേട്ടോ. നമ്മൾ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ 4 മണിയൊക്കെ ആയിട്ടാണ് ഉറങ്ങിയത്. 4 മണിക്ക് ഉറങ്ങിയിട്ട് 9 മണിക്കാണ് എണീറ്റത്. സാധാരണ നമ്മൾ 12 മണിക്ക് കിടന്നിട്ട് 11-12 മണിക്കാണ് എണീക്കാറ്. കോഫി കുടിക്കുന്നത്. യെസ്, നമുക്ക് കോഫി ഉണ്ടാക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് നമുക്ക് കോഫി ഉണ്ടാക്കാം. ഗൈസ്, നമ്മൾ കോഫി ഉണ്ടാക്കാൻ പോവാണ്. എനിക്കറിയത്തില്ല ഇട്ടിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വന്നതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ 1 ഗ്ലാസ്സേ ഉള്ളൂ. നമുക്കിവിടെ 3 ഗ്ലാസ്സസ് ആയിരുന്നു വേണ്ടത്. നമുക്കിവിടെ 1 ഗ്ലാസ്സേ ഉള്ളൂ. അത് എന്ത് ചെയ്യും? ഷെയർ ഇട്ടങ്ങ് കുടിക്കുക. അതേ ഇനി നടക്കുള്ളൂ ഗൈസ്. കോഫി സെറ്റായി. കൊള്ളാം കേട്ടോ. പക്ഷെ ചൂടൊക്കെ വേണം കോഫി എന്നൊക്കെ പറയുമ്പോൾ. അതുകൊണ്ട് ചായ ഡയറി മിൽക്ക് ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ബാക്കി നമ്മൾ രാത്രി ഇരുന്ന് തീർത്ത്. വഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വഫേഴ്സ് ഉണ്ട്. ബട്ട് നമ്മളിത് വെച്ച് ചെയ്യും. ആണ് ബെഡിന്റെ കോലം. നമുക്കൊന്ന് വൃത്തിയാക്കാം. നല്ല കോലമായി നമുക്ക് വൃത്തിയാക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ബോറടിച്ചിരിക്കുകയാണ്. സമയം 1 മണിയായി. 4 ആയിട്ട് സർവൈവ് ചെയ്യണം. നമ്മൾ കുറേ പാട്ട് കേട്ട് കളിച്ച് എല്ലാം ചെയ്തിട്ട് ഡാൻസ് ആയിരുന്നു. ഇന്നലെയൊക്കെ പിന്നെ രാത്രി ഫുൾ ഓഫ് എൻജോയ്മെന്റ് ആയിരുന്നു. എത്ര മണിക്കൂർ? 9 മണി തൊട്ട് ഒരു 5 മണി വരെ നമ്മൾ ഒരേ കണക്ക് ഉറങ്ങാനിരുന്ന് ഫുൾ ഓഫ് ഒരു ഹൊറർ സിനിമ കണ്ടു തീർത്ത്. അത്യാവശ്യം ഹൊററാണ്. പക്ഷെ കിടക്കാൻ നേരത്ത് ഭയങ്കര ഹൊററായി കേട്ടോ. ഹൊറർ ഫീലാണ് ഫുൾ. ഇന്ന് നമ്മൾ അഫീഖയെ വിളിച്ച് കിടത്തിയിട്ടുണ്ട്. അവിടെ ഉറങ്ങാകുമ്പോൾ ഒരു ബ്രേവ്നെസ് ആണ്. പിന്നെ എനിക്ക് നമ്മളടുത്ത് തന്നെ 4 മണിയാകുമ്പോൾ ഇറങ്ങി. ഇപ്പം 4 മണി ആയിട്ടില്ല, 3:59 ആയിട്ടുള്ളൂ. 18 മിനിറ്റ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. സോറി ഗൈസ്. വെരി സോറി. ഇപ്പോൾ ഞങ്ങൾ റൂമിൽ തന്നെ എനിക്ക് 4 മണി ആയിട്ടാണെന്നുള്ളൂ. പക്ഷേ ഒരു വിഷമുണ്ട്. ഡ്രസ്സൊക്കെ പിന്നെ ബാത്റൂമിൽ കയറ്റി മാറ്റി നമ്മൾ. ഒരു 18 മിനിറ്റിൽ നമുക്ക് അത്ര മിനിറ്റ് നമുക്ക് നിൽക്കാൻ പറ്റിയെന്നുള്ളൊരു വിഷമമുണ്ട്. സോറി സോറി സോറി, വെരി സോറി. അപ്പം നമ്മൾ എവിടെ പോകുന്നത്? കുരിശടി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബൈ. ഓക്കെ, ബൈ ബൈ.